ഋതികയുടെ പറച്ചിലേട്ടാ തോന്നുമല്ലോ ഞാൻ പ്രിയ ചേച്ചിയുടെ കൈയെ പിടിച്ച് ഋതികയുടെ ഓർണമെന്റ്സ് മോഷ്ടിപ്പിച്ചതാണെന്ന്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല രമ്യ. തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ക്ഷമിച്ചു കേട്ടോ. രമ്യ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ പ്രിയ ചേച്ചിക്ക് എന്നോടുള്ള പിണക്കം മാറിയത്. രമ്യ അതൊക്കെ ചെയ്യുന്നത് രാജുവിനെയും എന്നെയും തമ്മിൽ അകറ്റാനാണെന്ന് എനിക്കറിയാം. വേണ്ട, എന്നെ രാജുവിനെ തമ്മിൽ അകറ്റാൻ ഇനി രമ്യ ശ്രമിക്കരുത്. രാജുവിന്റെ മനസ്സിൽ രമ്യയില്ല. പിന്നെ രാജുവിന്റെ മനസ്സിലാരാ? നീയാണോ? രാജുവിന്റെ മനസ്സില് ഞാനുമില്ല നീയുമില്ല, അതല്ലേ സത്യം. അപ്പൊ രാജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതിൽ എന്താ ഋതിക തെറ്റ്? നിന്നെ രാജുവിന്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. രാജുവിന്റെ ഭാര്യയായി അധികകാലം ഇവിടെ ഉണ്ടാവുമെന്ന് വെറുതെ നീ മനക്കോട്ട കെട്ടണ്ട. രാജുവിന്റെ ഭാര്യയാകാനുള്ള യോഗം എനിക്കായിരുന്നു രമ്യ. ഞാനതായി കഴിഞ്ഞു. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഒരുപാട് നീ രാജുവിന്റെ പിന്നാലെ നടന്നു. രാജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിവാഹം നടത്താൻ തീരുമാനിക്കുക വരെ ചെയ്തു. എന്നിട്ട് എന്തായി? നിയോഗം എന്ന് പറയുന്നതൊന്നുണ്ട് രമ്യ. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും രാജുവിന്റെ ഭാര്യ ഞാനായിരിക്കും. നീ എന്നല്ല, ഈ ലോകത്ത് ആര് ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ ശ്രമിച്ചാലും അത് നടക്കില്ല രമ്യ. അത് നീ മനസ്സിലാക്കുമ്പോഴേക്കും ചിലപ്പോഴേ നിന്റെ ജീവിതം തന്നെ പാഴായി പോയേക്കും. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക്.